പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഒരു വചനം മാരിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിന് ശേഷം പ്രിയമുള്ളവർ, അടുത്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് മാരിയോ ഇന്നലെ നടത്തിയ മാരിയോയുടെ വൈഫും കൂടെ ഞാൻ വചനപ്രഘോഷണം നിർത്തുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ 10-25 മിനിറ്റുള്ള ആ വീഡിയോ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് വളരെയധികം അപകടങ്ങളും സംശയങ്ങളും നിറഞ്ഞു നിൽക്കുന്നതും ഒരു പരിധിവരെ മുതലക്കണ്ണീരാണ് എന്ന് തോന്നിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാരിയോയാണ് പറയേണ്ടത്. ഏതായാലും നമ്മളതൊന്ന് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാരിയോയ്ക്ക് ഒരു വചനം മാരിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. 1 പത്രോസ് 2:19-21. മാരിയോ, താങ്കളോടും എനിക്ക് ഇത് തന്നെ, ഈ വചനം തന്നെയാണ്. താങ്കൾ സത്യസന്ധനാണെങ്കിൽ, താങ്കളുടെ മനസ്സാക്ഷിയിൽ ശുദ്ധനാണെങ്കിൽ താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. താങ്കൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. അതല്ല, താങ്കളിൽ കാപട്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ അഹങ്കാരത്തിൻ്റെ സൂചനകളുണ്ടെങ്കിൽ, സ്വയം പൊങ്ങുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിലോക്കാലി എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായിട്ട് ഞങ്ങളൊക്കെ ആരോപിക്കുന്നത് പോലെ ഇസ്ലാമിനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് താങ്കൾ തിരിച്ചറിയുക, അത് താങ്കൾ മാറ്റിവെക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു കൺസേണുമായിട്ടാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കത്തോലിക്ക സഹോദരന്മാരോടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി പറയട്ടെ. ഞാൻ ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട മാരിയോ ബ്രദറിൻ്റെ ചില ആശയങ്ങളെക്കുറിച്ചുള്ള സംശയത്തിൽ ചെയ്ത വീഡിയോയ്ക്ക് 70-75,000 പേരുടെ അടുത്ത് കണ്ടു കഴിഞ്ഞു. അത് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. കാരണം അത് ഡൗൺലോഡ് ചെയ്തും പലരും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തു. അത് നമ്മുടെ ഇടയിലുള്ള ഫിലോക്കാലിയ എന്ന മിനിസ്ട്രിയുമായി നടക്കുന്ന മാരിയോ ബ്രദറിനെ കുറിച്ചുള്ള ഒരു സംശയമാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. അത് വളരെ സീരിയസ് ആയൊരു സംശയമാണ്. KCBC ഒക്കെ ആ വിഷയത്തിൽ ഇടപെടുകയും അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എനിവേ, മാരിയോ ഒഫീഷ്യലായിട്ട് തന്നെ വചനപ്രഘോഷണം നിർത്തുന്നതായിട്ട് പറയുണ്ടായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ മാരിയോ ഞാൻ ഒരിക്കലും ഒരു ജിഹാദി അല്ലെങ്കിൽ ഒരു ജിഹാദിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആദ്യം നിങ്ങളോട് പറയാം. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം സാവൂൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ രാജാവായി മാറി. രാജാത്വമൊക്കെ കിട്ടിക്കഴിഞ്ഞ് അവൻ സമൂഹത്തിൽ ആളായിക്കഴിഞ്ഞപ്പോൾ സ്വയം മറന്ന് ആത്മീയ അഹങ്കാരത്തിലേക്ക് പോവുകയും പിന്നീട് സെൽഫ് ഗ്ലോറിഫിക്കേഷനായി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മാരിയോ ഇസ്ലാം മതമൊക്കെ ഉപേക്ഷിച്ച് ത്യാഗമൊക്കെ സഹിച്ച് കത്തോലിക്ക സഭയിലേക്ക് വരികയും അങ്ങനെ സഭയുടെ സഹായത്തോടെ, അല്ലെങ്കിൽ സഭയുടെ കോൺഗ്രിഗേഷനുകളുടെയൊക്കെ സഹായത്തോടു കൂടി, ആദ്യം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നല്ല പ്രാസംഗകനും പ്രസംഗിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ സഭ സുവിശേഷ സാക്ഷ്യം പറയാനായിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വളരെ ഫേമസ് ആയി, ഡിവൈനിലൊക്കെ വളരെ ഫേമസ് ആയി. പല സ്ഥലങ്ങളിൽ അദ്ദേഹം പോയി സാക്ഷ്യം, വിദേശങ്ങളിൽ പോലും സാക്ഷ്യം പറയാൻ തുടങ്ങി. പയ്യെ നല്ല പ്രാസംഗികനും ദൈവം ടാലൻ്റൊക്കെ നൽകിയ അദ്ദേഹം പയ്യെ വചനപ്രഘോഷനായി മാറി. അങ്ങനെ അത്യാവശ്യം കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വചനപ്രഘോഷകനൊക്കെ ആയി മാറിയതിന് ശേഷം അദ്ദേഹം അല്പം അഹങ്കാരത്തിലേക്കും ആത്മീയ അഹങ്കാരത്തിലേക്കൊക്കെ കടന്ന് അദ്ദേഹത്തിൻ്റെ ശൈലിയൊക്കെ മാറാൻ തുടങ്ങി. ആത്യന്തികമായി സഭയുടെ പ്രബോധനങ്ങൾക്കും സഭയ്ക്കും വിധേയപ്പെടുക എന്നതിനപ്പുറത്ത് സ്വന്തം ചിന്തയിലൂടെ യാത്ര ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം മാറാനിടയായി. ഇത് പലപ്പോഴും സംഭവിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ആത്മീയ അഹങ്കാരം, ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ തിന്മ എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിലെ ഏറ്റവും വലിയ തിന്മയാണ് ആത്മീയ അഹങ്കാരം. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. ഈ ആത്മീയ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിന്ന് പിൻവലിക്കപ്പെടും. സ്വാഭാവികമായി നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവാത്മാവ് നമ്മളെ നയിക്കാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ വിസ്ഡം നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, ദൈവത്തിൻ്റെ ഗൈഡ്ലൈൻസ് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ബുദ്ധിയെ അമിതമായി ആശ്രയിച്ച് ദൈവിക ജ്ഞാനത്തെയും സഭയുടെ വിസ്ഡത്തെയും സഭാപ്രബോധങ്ങളെയൊക്കെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ചു കഴിയുമ്പോൾ അതിലൊത്തിരി തെറ്റുകൾ, മാനുഷികമായ ഒത്തിരി തെറ്റുകളും കപടതയും ഒക്കെ കടന്നുകൂടാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് മാരിയോയ്ക്ക് സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്.
മാരിയോ ഇന്ന് ഒരു വീഡിയോയിൽ ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന ആ മാരിയോയ്ക്ക് താൻ പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൽ നിന്നാണോ വരുന്നതെന്ന് പരിശോധിക്കാമായിരുന്നു. മാരിയോ അത് ചെയ്തിട്ടില്ലെന്നാണ് കരുതുന്നത്. ഞാൻ ആ വിഷയം ഇന്ന് മാരിയോയുടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തത് ഒരല്പം മുതലക്കണ്ണീരാണോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും എൻ്റെ കൺസേൺ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിഷയം പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ മാരിയോടെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇത്ര ആളുകളൊന്നും ഇത് കാണുമെന്നൊന്നും ചിന്തിച്ചിട്ടല്ല. ഞാൻ മാരിയോയെ ഫോളോ ചെയ്യാറില്ലായിരുന്നു. പക്ഷേ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ അത് തികച്ചും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾക്കും ക്രൈസ്തവ വിരുദ്ധമാണെന്ന് തോന്നിയപ്പോൾ എനിക്കുണ്ടായ ഒരു വേദനയിൽ നിന്നാണ് ഈ നിങ്ങളിപ്പം കണ്ട മാരിയോ വളരെ അപകടകാരിയായ ധ്യാനഗുരുവാണോ എന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തു. പക്ഷേ അത് ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്തു. നിങ്ങളുടെ എല്ലാം ഉള്ളിൽ ആ ചിന്തയുള്ളതുകൊണ്ടാണ് അത് വൈറലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ചില ആളുകൾ പ്രചരണം നടത്തുന്നുണ്ട്. എന്താണ്, ഞാൻ ഈ അനിൽകുമാർ അയ്യപ്പൻ്റെയും ഒക്കെ കൂടെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാം, നിങ്ങളോട് വളരെ വ്യക്തമായി പറയാണ്, അനിൽകുമാർ അയ്യപ്പൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചോളം ആൻറ്റി ക്രൈസ്റ്റാണ്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അരൂപിയുള്ളവനാണ്. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാണുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അനിൽകുമാർ അയ്യപ്പനൊക്കെ ഒരു ചാനലാണ്, TVVP എന്നാണ് ചാനലിൻ്റെ പേര്. പരിശുദ്ധ കന്യാമറിയത്തെയും കത്തോലിക്ക സഭയെയും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ നുണയും പറഞ്ഞുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്ന ഒരു ടീമാണ് ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന് പറഞ്ഞ ടീം. ഇതുകൊണ്ടോ കത്തോലിക്ക സഭയിൽ മണിയറയിലെ ഗിലിയ കൊച്ചമ്മ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് മാർപ്പാപ്പയുടെ ഒരു വേശിയാണ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന പരിശുദ്ധ കന്യാമറിയം എന്നൊക്കെ പറഞ്ഞ് വളരെയധികം മോശമായ രീതിയിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ പ്രചരണം നടത്തുന്ന ആളുകളാണ് ഇവരെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മണിയറയിലെ ഗിലിയ കൊച്ചമ്മ, ഇനി ഇഷ്ടം പോലെയുണ്ട്. ഇതിൻ്റെ താഴോട്ട് നിങ്ങൾ പറഞ്ഞാൽ പരിശുദ്ധ പോപ്പുമാരുടെ അവിശുദ്ധ ചരിത്രം, വിശുദ്ധ പോപ്പുമാർ എന്ന് തുടങ്ങി മറിയം ഇങ്ങനെ നിരവധി എന്ന് പറഞ്ഞാൽ ഒരു തിയോളജിക്കലി കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നതിനേക്കാൾ ഉപരി പരദൂഷണവും നുണയും വ്യാജവും പറഞ്ഞും കത്തോലിക്ക സഭയിൽ ചില ചെറിയ വീഴ്ചയല്ല, ചില കാലഘട്ടത്തിൽ വന്ന വീഴ്ചകളൊക്കെ പെരുപ്പിച്ച് കാണിച്ച് കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണ് എന്ന് പഠിപ്പിക്കുന്ന ശൈലിയാണ് പ്രിയമുള്ളവരെ ഇവർ ഉപയോഗിക്കുന്നത്. കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണ്, കത്തോലിക്കരുടെ ക്രിസ്തു അല്ല ഞങ്ങളുടെ ക്രിസ്തു, കത്തോലിക്കരുടെ മറിയമല്ല ഞങ്ങളുടെ മറിയം എന്നൊക്കെ പറഞ്ഞ് പരിശുദ്ധ കന്യാമറിയത്തെ ദാസ്യം എന്നും ലിലിയ കൊച്ചമെന്നും കത്തോലിക്കർ എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി നിങ്ങൾ ഈ കാണുന്ന നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് KVP എന്ന് വെച്ചാൽ അല്ല അനിൽകുമാർ അയ്യപ്പൻ, ഇതെല്ലാം അനിൽകുമാർ അയ്യപ്പനൊക്കെ വിഷയമുണ്ട്. 4 മലബാർ നൊസാണികളുടെ റോം ചെയ്ത ക്രൂരതകൾ പാർട്ട് 4. ഇതിങ്ങനെ ഇവർ അടിസ്ഥാനപരമായി 38 കാരണവും 40 കാരണമൊക്കെ പറഞ്ഞ് കല്ല് വെച്ച നുണയും കത്തോലിക്ക സഭ വിശ്വസിക്കാത്ത കാര്യങ്ങൾ കത്തോലിക്ക സഭയുടെ മേലൊക്കെ ആരോപിച്ചുകൊണ്ട് കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണെന്നും ക്രൈസ്തവ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ മതമാണെന്നും പ്രചരിക്കുന്ന ആളുകളാണ് അനിൽകുമാർ അയ്യപ്പനും ടീമുകളും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരിക്കലും നമ്മളുടെ സഭാ വിഷയത്തിലും നമ്മുടെ ഒരു സഹോദരനെതിരെയും ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഈ പിശാചുക്കളുടെ കൂട്ട് പിടിക്കാൻ പറ്റില്ല, തിന്മയുടെ കൂട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. ചില കത്തോലിക്ക സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് പറയുക, നമ്മൾക്ക് നമ്മുടെ ഇടയിലുള്ള വിഷയങ്ങളിൽ നമ്മുടെ സഹോദരന്മാരോടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭ നേരിടുന്ന വിഷയങ്ങളിൽ അനിൽകുമാർ അയ്യപ്പനെ പോലെയുള്ള പിശാചിൻ്റെ സന്തതികളെന്ന് ഞാൻ വിളിക്കുന്ന ആളുകളുടെ സപ്പോർട്ട് ആവശ്യമില്ല. എൻ്റെ ഈ വീഡിയോ 10,000-70,000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം ആളുകൾ അനിൽകുമാർ അയ്യപ്പനും അജീഷ് പദറും ഒക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട. ഞാൻ അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോകൾ കാണാറില്ല. ഞാൻ അനിൽകുമാർ അയ്യപ്പൻ്റെ വീഡിയോ കണ്ടിട്ടുമല്ല ഈ മാരിയോ ബ്രദറിനെതിരെയുള്ള വീഡിയോ ചെയ്തത്. ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. കാരണം എൻ്റെ ഉള്ളിൽ ദൈവം ഇവരുടെ വീഡിയോ കാണാനുള്ള പ്രേരണ തരാറില്ല. കാരണം ഇവർ എത്ര പൊതിഞ്ഞ് എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ രീതിയിൽ ഉള്ള മധുരം പുരട്ടി നമ്മൾക്ക് തന്നാലും അത് വിഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞാൻ. ഇപ്പോൾ കത്തോലിക്ക സഭയ്ക്കുള്ളിലേക്ക് ജിഹാദികൾ നിങ്ങളീ പറയുന്ന സുലൈമാൻ തുർക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് മാരിയോയെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഇസ്ലാമിക വിരോധവും ജിഹാദിൻ്റെ വിമർശനവും ഇസ്ലാമിക വിമർശനവും ഒക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി കത്തോലിക്ക വിശ്വാസികളെ ഇവരുടെ പെന്തക്കോസ് എല്ലാ പെന്തക്കോസുകാരും
പൈശാചികമാണെന്ന് ഞാൻ പറയുന്നില്ല, കത്തോലിക്ക സഭ ഇങ്ങനെ പറയുന്നില്ല. പക്ഷേ ഈ അനിൽകുമാർ അയ്യപ്പൻ്റെയും പ്രിൻസ് പി എസിൻ്റെയും അജീഷിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ പൈശാചിക കൾട്ട്, പെന്തക്കോസിനുള്ളിലെ പൈശാചിക കൾട്ട് ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടാണ്. ഇവർ ജീവിക്കുന്നത് പോലും ഇങ്ങനെയാണ്. ഇവരിൽ അനിൽകുമാർ അയ്യപ്പനൊന്നും പണിയെടുത്ത് ജീവിക്കുന്നതല്ല. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പം ഞാൻ ഇതിനകത്ത് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. വന്ന ഒരു കമൻ്റാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇത് ചെയ്യുന്നത്. ഇതാണ്: മാരിയോ എന്ന സുലൈമാനെക്കുറിച്ച് ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ, ബ്രദർ അജീഷ് ജോസ് തുടങ്ങിയവർ വളരെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. എപ്പോഴെങ്കിലും പ്രതികരിച്ച് ശിസം ബ്രദറിന് നന്ദി. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, എന്താണ് ലിസി ജോസഫ് സഹോദരി, താങ്കളൊരു കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ ഞാൻ താങ്കളോട് പറയുന്നു, ഇവൻ എത്ര വലിയ മധുരം ചുമട്ടിയ ശരി നിങ്ങൾ കൊണ്ടുവന്നാലും സാത്താൻ നുണ പറയുമ്പോൾ, സത്യം പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു വലിയ കാപട്യമുണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഈ അനിൽകുമാർ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗ്രൂപ്പിനെ പരിപൂർണമായും കത്തോലിക്കർ മാറ്റി നിർത്തേണ്ടതാണ്. കാരണം കത്തോലിക്ക സഭ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൾട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കത്തോലിക്ക വിശ്വാസങ്ങളെ മുഴുവൻ തിയോളജിക്കലി അഡ്രസ്സ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം തെറിയും നുണയും വ്യാജവും കപടതയും ഒക്കെ പറഞ്ഞും ജെസ്യൂട്ട് ഓത്ത് പോലെയുള്ള ആഗോള ലോകം തള്ളിക്കളഞ്ഞ് ചവറ് നുണകളും കോൺസ്പിറസി തിയറികളും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കത്തോലിക്ക സഭയെ താറടിക്കുന്ന ആളുകളാണ് ഇവർ. ഇവൻ കുറേ കാലം കത്തോലിക്ക സഭയ്ക്കെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ചു. പക്ഷേ അത് ഒരു കോപ്പയിലെ കൊടുങ്കാറ്റായി അവസാനിച്ചപ്പോൾ വീണ്ടും ഇസ്ലാമിക വിമർശനത്തിലേക്ക് കടന്നു. അതിനിടയിലാണ് മാരിയോയുടെ വിഷയം പൊക്കിക്കൊണ്ട് വന്നത്. ഞാൻ ഒറ്റ വീഡിയോ ഈ അജീഷിൻ്റെയോ ഒരു 5 സെക്കൻഡ് എന്നതിനപ്പുറത്തേക്ക് ഞാൻ കണ്ടിട്ടില്ല. ഒരു 20 സെക്കൻഡിൽ കൂടുതലൊന്നും വീഡിയോ ഈ നിമിഷം വരെ ഞാൻ കണ്ടിട്ടില്ല. നാളെ കാണുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണും. അപ്പോൾ എനിക്ക് കാണാനുള്ള പ്രേരണയില്ല. അതുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ മാരിയോയെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിസ്ലാമികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇന്ന് വളരെ ശക്തമാണ്. അവർ മാരിയോയുടെ മുന്നിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. പക്ഷേ ഈ ഇസ്ലാം എന്ന് പറയുന്ന ഈ ഭീകരത എങ്ങനെയാണ് കത്തോലിക്ക സഭയെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറുന്നതെന്നും അറിയാത്തവരോ അല്ലെങ്കിൽ ജിഹാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരായ ആളുകളാണ്. ഇപ്പോൾ ക്ലബ് ഹൗസിലൊക്കെ ആണെങ്കിൽ ആൻഡോ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ജസ്വിൻ എന്നല്ല അവൻ്റെ പേരെനിക്കറിയാം, ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നില്ല. ഇങ്ങനെ കുറേ വ്യാജ പേരുകളിൽ വരുന്ന ആളുകളൊക്കെ അതിശക്തമായി മാരിയോ സഹോദരന് വന്ന തെറ്റുകൾ ആ വ്യക്തിയെ കൊണ്ട് തിരുത്തിച്ച് യഥാർത്ഥ സഭയുടെ ശൈലിയിലേക്കും സഭയുടെ പ്രബോധനത്തിൻ്റെ രീതിയിലേക്കും മാറുന്നതിന് പകരം അവനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കുന്ന ആളുകളും ഇതിനിടയിലുണ്ട്. സഭയ്ക്കുള്ളിലുള്ള ജിഹാദി ഫണ്ടഡായ ജിഹാദികൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു ടീമാണ് ജിഹാദികളെ അതിശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറി പയ്യെ കത്തോലിക്കരെ അവരെ ആകർഷിച്ച് കത്തോലിക്ക സഭ വിഗ്രഹാരാധികളാണെന്നും മറിയാരാധകരാണെന്നും മറിയം ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നും പപ്പട മതക്കാരാണെന്നൊക്കെ പറഞ്ഞ് കത്തോലിക്ക സഭയെ വളരെ മോശമായി ചിത്രീകരിച്ച് ആടുമോഷണം നടത്തുന്ന അല്ലെങ്കിൽ കത്തോലിക്ക സഹോദരങ്ങളെ ഇസ്ലാമിക വിമർശനം പറഞ്ഞ് അവരിൽ നിന്ന് പണം വാങ്ങി സുഖിച്ച് ജീവിക്കുന്ന വിയർപ്പിൻ്റെ അസുഖമുള്ള കുറേ മനുഷ്യർ. നമ്മളിത് തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഇത് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതുകൊണ്ട് നമ്മൾക്ക് കത്തോലിക്ക സഭാ വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. നമ്മൾ ശക്തമായി നമ്മളുടെ വിശ്വാസങ്ങളെ നമ്മൾ ഏതായാലും പെന്തക്കോസുകാരുടെ ഒരു ശൈലിയല്ല. ഈ അനിൽകുമാർ അയ്യപ്പനൊക്കെ ഒരു ജിഹാദികളുടെ ശൈലിയാണ് അവരുടെ. നമ്മുടെ ശൈലി അതല്ല. കത്തോലിക്കർ തങ്ങളുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുന്ന രീതിക്കും ശൈലിക്കുമൊക്കെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഈ അനിൽകുമാർ അയ്യപ്പനൊക്കെ കാണിക്കുന്ന ഈ നെറികെട്ട രീതികളും ഈ മാന്യതയില്ലാത്ത വിമർശനങ്ങളും ഒക്കെ കണ്ടിട്ട് ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ പ്രതിരോധം എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുത്. ഞാൻ നിങ്ങളെ കുറച്ച് ഹെഡിങ്ങുകൾ തീട്ടാപ്പിയുടെ ടെസ്റ്റി ടാങ്കിൽ നിന്ന് റിപ്പോർട്ടർ പുളവൻ വിശ്വാസ പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഇത് സാത്താൻ്റെ വാക്കുകളാണ്. ഇങ്ങനെയൊക്കെയാണ് എന്നെ വിളിക്കുന്നതാണ് തീത്താപ്പി. അപ്പം പാമ്പ്ളാനി പിതാവിനെ പട്ടിത്തല്ല് തെല്ലും ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾ ഈ നിങ്ങളിതെല്ലാം കാണണം. ഇതൊന്നും മറച്ചു വെക്കേണ്ടതല്ല. ഇവന്മാർ പറയുന്ന നല്ലവരായ കത്തോലിക്കർ ഇതൊക്കെ പോയി കാണണം. കാരണം ഇതൊക്കെ കണ്ടാൽ സാമാന്യ ബോധമുള്ള ഒരു കത്തോലിക്ക വിശ്വാസിക്ക് ഇവർ എത്രത്തോളം തിന്മയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത്. പരിശുദ്ധ പാപ്പായുടെ അവിശുദ്ധ ചരിത്രം ഭാഗം 1, പരിശുദ്ധ പാപ്പായുടെ അവിശുദ്ധ ചരിത്രം ഭാഗം 1. ഇനി അരിസ്റ്റോട്ടൽ ഫിലോസഫി കുർബാനെ അപ്പത്തെ മാംസമാക്കാൻ പറ്റുമോ? ഓക്കെ, അത് പിന്നെ ഒരു മാന്യമായ റൂമായിരിക്കാമെന്ന് നമുക്ക് വിചാരിക്കാം.
പാതിരിയുടെ ക്രൂരതകൾ 12 ഈ 2000 വർഷത്തെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ ഹൈറാർക്കിയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ പല തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പറക്കിയെടുത്തോട്ട് വന്ന് വിളിച്ചു പറയണം. നമ്മളിപ്പോൾ കേരളത്തിലെ പെന്തക്കോ സമൂഹത്തിലെ പാസ്റ്റർമാരുടെ ചരിത്രം, അത് സെക്കുലർ ന്യൂസ് പേപ്പറുകൾ വന്ന ടി വിയിൽ വന്ന ചരിത്രം പറഞ്ഞാൽ പോലും 365 ദിവസവും നമുക്ക് പറഞ്ഞ് തീർക്കാനുള്ള കഥകളുണ്ട്. വ്യഭിചാര കഥകൾ തന്നെ നമുക്ക് പറയുന്നുണ്ട്. ഇനി സാമ്പത്തിക തട്ടിപ്പ് ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ പല തെറ്റുകളും പറ്റിയിട്ടുണ്ട്. ഇന്നും പറ്റുന്നുണ്ട്, നാളെയും പറ്റും. കാരണം മനുഷ്യർ അങ്ങനെയാണ്. തീർത്ഥാടന സഭ, യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരുത്തൻ യൂദാസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ സഭയ്ക്കുള്ളിൽ യൂദാസുമാരുണ്ടാവും. ഇന്ന് അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പുതിയ നിയമത്തിലെ കർത്താവും പിശാചാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കത്തോലിക്ക ടീം. ഞാൻ എൻ്റെ ചാനലിൽ നിങ്ങൾ എന്നെ സ്ഥിരമായി ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് മനസ്സിലാവുള്ളൂ. ക്ലബ് ഹൗസിലൊക്കെ ഇരുന്ന് കത്തോലിക്കനാണെന്നും പറഞ്ഞ് കത്തോലിക്ക സഭയുടെ ഫണ്ടമെൻ്റലായ ഡോക്മകൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഷിബു പിടിക്കൽ എന്ന വ്യക്തിയുടെ അനുയായികൾ. അവർ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രൂത്ത് ഫൈറ്റേഴ്സിലുണ്ടായിരുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അവരുടെ ലീഡറായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ഇന്ന് അവൻ അല്ല ഒരുത്തൻ ചെന്ന് ഇന്ന് പുതിയ നിയമത്തിലെ കർത്താവും പിശാചാണെന്നൊക്കെ പറഞ്ഞ് ഷിബുവിൻ്റെ ആശയങ്ങൾ, ഷിബു പിടിക്കലിൻ്റെ ആശയങ്ങൾ പറഞ്ഞ് നടക്കുന്ന ആളുകളാണ്. അങ്ങനെ പല തരത്തിലാണ് സഭയെ തകർക്കാൻ, സഭയ്ക്കുള്ളിൽ നിന്നും സഭയ്ക്ക് പുറത്തു നിന്നുമൊക്കെ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ സഭയെ സ്നേഹിക്കുന്ന ആളുകൾ അത് തിരിച്ചറിയണമെന്ന് പറയുന്നു. ഇനി ബഹുമാനപ്പെട്ട മാരിയോ ബ്രദറിനെതിരെയുള്ള വിമർശനങ്ങൾ, അദ്ദേഹം കാണിക്കുന്ന ചില ഉഡായിപ്പുകൾക്ക്, ചില നുണകൾക്ക്, ചില തന്ത്രങ്ങൾക്കുള്ള മറുപടി ഞാൻ അടുത്ത വീഡിയോ തൊട്ട് ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം ഇതെല്ലാം കണ്ടിട്ട് തിരുത്താൻ തയ്യാറാകട്ടെ. അദ്ദേഹം ഏതായാലും കുറച്ച് നാളത്തേക്കെന്നാണ് പറഞ്ഞത്, വചനപ്രഘോഷണം നിർത്തുകയാണെന്നാണ് പറഞ്ഞത്. വളരെ നല്ല കാര്യം. അദ്ദേഹം അതൊന്ന് എന്നെ ബ്ലോക്ക് ചെയ്തത് ഞാൻ കമൻ്റ് ഇട്ടപ്പോൾ അദ്ദേഹം നിർത്തിയിട്ട് ദൈവവുമായിട്ട് പ്രാർത്ഥനയിലായിരിക്കുക. പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന എനിക്കൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ടിസൺ തോമസ് എന്ന ചാനലിൽ പോയാൽ നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ടിസൺ തോമസ് പറഞ്ഞ ഈ ചാനലിൽ പോയാൽ ഈ വാട്സപ്പ് മെസ്സേജ്, ബഹുമാനപ്പെട്ട ബ്രദർ മാരിയോ ജോസഫ് സംശയിക്കുന്ന കാരണങ്ങൾ ഞാനുമായുള്ള ആശയവിനിമയം കേൾക്കുക എന്ന് പറഞ്ഞ് മാരിയോയുടെ വൈഫ് ജിജി മാരിയോയുമായി ഞാൻ നടത്തിയ ഒരു സംഭാഷണം, വാട്സപ്പ് മെസ്സേജ് സംഭാഷണത്തിൻ്റെ ക്ലിപ്പ് കേൾക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വളരെ അപകടകാരിയായ ഒരു സഹോദരിയാണ് ജിജി മാരിയ എന്ന് സത്യസന്ധമായി പറയുന്നതിന് എനിക്കൊരു മറുപടിയുമില്ല, ഒരു മടിയുമില്ല. ഇതാണ് നിങ്ങൾ ഈ കാണുന്നതാണ് ഈ തെളിവ്. അപ്പോൾ എന്തായാലും ഇവർ തങ്ങളുടെ പ്രവർത്തനത്തെ ഒന്ന് പരിശോധിക്കുകയും തങ്ങളുടെ തെറ്റുകളെ ഒന്ന് പുനർവിചിന്തനമൊക്കെ ചെയ്ത് പരിശുദ്ധാത്മാവിൽ ഒന്ന്, കത്തോലിക്ക സഭയിൽ ഇഷ്ടംപോലെ ആത്മീയ ഗുരുക്കന്മാരും ധ്യാന ഗുരുക്കന്മാരും ഒക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ സഹായത്തോടെ സ്വന്തമായിട്ടും ആത്മാവ് നല്ല കഴിവും ബുദ്ധിയൊക്കെയുള്ള ആളാണല്ലോ, പരിശോധിച്ച് എങ്ങനെയാണ് കത്തോലിക്കർ വചനപ്രഘോഷണം നടത്തേണ്ടത്, എന്താണ് മാരിയോയുടെ തെറ്റ് എന്നൊക്കെ തിരിച്ചറിയാൻ ഇടയാകട്ടെ. വിമർശനങ്ങളെ ഇന്ന് മാരിയോ കാണിച്ചതുപോലെയുള്ള ഒരു പ്രതിരോധകം, എന്താ പറയുക, മാരിയോ ചെയ്തതുപോലെയുള്ള ഒരു നിഷേധാത്മകമായ ഒരു സമീപനത്തോടെ സമീപിക്കാതെ അതിനെ ഒരു പോസിറ്റീവായി സമീപിച്ചുകൊണ്ട് അതിനകത്ത് നല്ല വശങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ മാരിയോ സുലൈമാൻ തുർക്കിയാണ്, ജിഹാദിയാണെന്നൊക്കെ പറയുന്ന ആശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് മാരിയോയ്ക്ക് അറിയാമല്ലോ, മാരിയോയുടെ മനസാക്ഷിയിൽ അറിയാം മാരിയോ എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെയൊക്കെ വിമർശനാത്മകമായ നിഷേധാത്മകമായ സമീപനത്തോടെ സ്വീകരിക്കാതെ പോസിറ്റീവായി സ്വീകരിച്ചുകൊണ്ട് അതിലെ നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയും അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയുകയും ചെയ്തുകൊണ്ട് മാരിയോ തൻ്റെ വചനപ്രഘോഷണ മേഖലയെ ഒന്ന് ക്രമീകരിക്കുകയും നല്ല രീതിയിൽ സഭയ്ക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ മാരിയോ മാറട്ടെയും ചെയ്യുന്നതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് ഞാൻ ഒരു വചനം മാരിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ഇതിനുശേഷം പ്രിയമുള്ളവർ, അടുത്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് മാരിയോ ഇന്നലെ നടത്തിയ മാരിയോയുടെ വൈഫും കൂടെ ഞാൻ വചനപ്രഘോഷണം നിർത്തുകയാണെന്ന് പറഞ്ഞ് നടത്തിയ ആ 10-25 മിനിറ്റുള്ള ആ വീഡിയോ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് വളരെയധികം അപകടങ്ങളും സംശയങ്ങളും നിറഞ്ഞു നിൽക്കുന്നതും ഒരു പരിധിവരെ മുതലക്കണ്ണീരാണ് എന്ന് തോന്നിക്കുന്നതുമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് മാരിയോയാണ് പറയേണ്ടത്. ഏതായാലും നമ്മളതൊന്ന് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മാരിയോയ്ക്ക് ഒരു വചനം മാരിയോയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. അന്യായമായി പീഡിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്.
നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. 1 പത്രോസ് 2:19-21. മാരിയോ, താങ്കളോടും എനിക്ക് ഇത് തന്നെ, ഈ വചനം തന്നെയാണ്. താങ്കൾ സത്യസന്ധനാണെങ്കിൽ, താങ്കളുടെ മനസ്സാക്ഷിയിൽ ശുദ്ധനാണെങ്കിൽ, താങ്കൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, താങ്കൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടും. അതല്ല, താങ്കളിൽ കാപട്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ അഹങ്കാരത്തിൻ്റെ സൂചനകളുണ്ടെങ്കിൽ, സ്വയം പൊങ്ങുവാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിലോക്കാലി എന്ന പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരോക്ഷമായിട്ട് ഞങ്ങളൊക്കെ ആരോപിക്കുന്നത് പോലെ ഇസ്ലാമിനെ പരോക്ഷമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് താങ്കൾ തിരിച്ചറിയുക, അത് താങ്കൾ മാറ്റിവെക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ, പ്രിയമുള്ളവരെ, ഈ ചെറിയ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിനുശേഷം അടുത്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് മാരിയോയുടെ ഇന്നലത്തെ പ്രഭാഷണത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ അപകടകരമായൊരു സമീപനവും ഇരവാദവും കാപട്യവും ഒക്കെ അതിനകത്തുണ്ട് എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ കാര്യങ്ങൾ സത്യസന്ധമായി പറയും. അതിനെ മാരിയയ്ക്ക് നിഷേധിക്കാം, അംഗീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് മാരിയെയും ജിജി മാരിയെയും അനുഗ്രഹിക്കട്ടെ. യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിലേക്കും തങ്ങളുടെ തെറ്റുകളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ തിരിച്ചറിഞ്ഞ് സഭയ്ക്ക് വിധേയപ്പെട്ട് സഭയിലെ ശക്തനായ ഒരു വചനപ്രഘോഷകൻ തന്നെ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ മാരി ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.